ഹലോ വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മളും കുറേയൊക്കെ അടിച്ച് പൊളിച്ചു. ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം നെസ്റ്റോയിൽ വന്നേക്കാണ് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്, കുട്ടികൾക്കും നമുക്കൊക്കെ ആയിട്ട്. ദിച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു. ഷോപ്പിൽ വന്നതും ഒന്നും അവ അറിഞ്ഞില്ല. ഉണർന്ന് നോക്കിയപ്പോൾ കാണാൻ ഇവിടെ നിൽക്കുന്ന വീട്ടിലല്ല. അങ്ങനെ മൊത്തത്തിൽ ഉറക്കം ശരിയായതും ഇല്ല. കിണുങ്ങി കിണുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുത്തൊന്നും ആരും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് അച്ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ചമ്മലാണ് കളിക്കാനൊക്കെ. അപ്പോഴത്തേക്ക് തിരിച്ചിട്ട് വന്ന് ഫോമായി വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഓടിക്കളിക്കുകയാണ്. ഫ്ലാറ്റിൽ തന്നെ കഴിയുമല്ലോ, അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ ഉത്രാട ദിവസം എത്തി. ഞങ്ങൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. വേറെ ഒന്നിനല്ല, നമ്മുടെ അടുത്ത് തന്നെ മദീന എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അവിടെ പോയി ഓണസദ്യ ഒരുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് എല്ലാവർക്കും കൂടെ പാടല്ലേ സദ്യ ഉണ്ടാക്കാനൊക്കെ. അപ്പം നമ്മൾ 4 ഫാമിലി ഉണ്ട്. ഒരു വീട്ടിൽ 3ഉം 4 കറി വെച്ചിട്ട് ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു കറക്കം കഴിഞ്ഞു. സകല സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുകയാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് അവരോരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കവറിലാക്കി വെക്കുകയാണ്. പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്, എന്തുമാത്രം ചിലവായി എന്നൊക്കെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവോണം എത്തി. ഹാപ്പി ഓണം എല്ലാവർക്കും. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ അത്തപ്പൂക്കൾ ഇഴേണ്ട തിരക്കിലാണ്. എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാചകം അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ചും കൂടെ കറിയൊക്കെ ആക്കാനുണ്ട്. അവർ ഏകദേശമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത് രാവിലെ തന്നെ. അത്തപ്പൂക്കൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. 50 ദിർഹംസിൻ്റെ പൂക്കൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വൈറ്റ് പൂ കിട്ടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടിഷ്യൂ വെച്ചിട്ട് ഞങ്ങൾ ഒതുക്കി. എല്ലാവരും പോയി ഓണക്കോടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കുന്ന ധൃതിയിലാണ്. പിന്നോടെ ചെവിക്കൽ അടിക്കണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഓണം, ഹാപ്പി ഓണം. കുഴപ്പമില്ല. പതുക്കെ പതുക്കെ.
അങ്ങനെ കുട്ടികളുടെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ട് ഓരോ ഗെയിംസ് ചെയ്യിപ്പിക്കുകയാണ്. വടം ഇല്ലാത്തതുകൊണ്ട് ബെഡ്ഷീറ്റാണ് വടത്തിന് പകരം നമ്മൾ വെച്ചത്. Gift goes to Devu for overall performance. Aju, thanks for Hey, Arshit, what's that, man? അതേപോലെ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.